ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാ കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ പേരിൽ ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുന്നു. നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുത്ത് അതിലോട്ട് നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നന്നായി മിക്സായി കിട്ടും. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് അമൂലിൻ്റെ ബട്ടറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു കപ്പിൽ ചൂടാക്കി എടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗും ബട്ടറും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഒരു 250 ml കപ്പിൽ ഷുഗർ പൗഡറാണ്. ഷുഗർ പൗഡർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ല ഫൈൻ പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് മതി. അമൂലിൻ്റെ ബട്ടറിൽ നന്നായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ഒരു കപ്പ് മൈദ ഉണ്ട്. നമ്മൾ ഷുഗർ എടുത്ത അതേ അളവ് കപ്പിലാണ് നമ്മൾ ഈ മൈദ എടുത്തിട്ടുള്ളത്. നമുക്കത് ഇതും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മൈദ എപ്പോഴും എടുക്കുമ്പോൾ നമുക്കതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ. അതിലെന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത മൈദയാണ്. നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കരണ്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. അത്ര ടൈമൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്യണം, കുറച്ച് പാൽ ഒഴിക്കണം. നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. അധികം ലൂസാവാൻ പാടില്ല. ബാറ്റർ അതേ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇത് ഒരു ഏലക്കായ് പൊടിച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏലക്കായ് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. നല്ല ലൂസും അല്ല, നല്ല തിക്കും അല്ല. ഇത് ഏകദേശം മീഡിയം സൈസിലാണ്. അപ്പോൾ ഇതേ അളവിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കേണ്ടത്. നമുക്ക് ഈ ബാറ്ററിന് ഒരു മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയ മോൾഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓയിൽ ഉപയോഗിച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ താഴെ അടിയിലോട്ടൊന്ന് ഇങ്ങനെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിക്കേണ്ടത്. ബാറ്റർ മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് എയർ ബബിൾസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എയർ ബബിൾസൊക്കെ നമ്മൾ കളഞ്ഞു. ഇതിന് ശേഷം നമുക്കിതിനെ ഒരു ചട്ടി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഒരു തളിക വെച്ചിട്ട് അതിലോട്ട് ഇറക്കി വെക്കാം. ഇത് 1 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും. ഗ്യാസ് സിമ്മ് മോഡിലിട്ടിട്ട് വേണം നമുക്കിതിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1 മണിക്കൂർ വേണം കേട്ടോ ആവാൻ വേണ്ടിയിട്ട്. ഇത് 1 മണിക്കൂറായിട്ടില്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നടുഭാഗം മാത്രം അതിൻ്റെ സെൻറ്ററിൽ കണ്ടോ ആയിട്ടേ ഇല്ല. കറക്റ്റ് 1 മണിക്കൂർ എടുത്തു കേക്ക് ആവാൻ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ആക്കിയ കേക്കിൻ്റെ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതെ കേക്ക് ആയിന്ന്. അപ്പോൾ ഇത് കറക്റ്റ് ഒന്നും കാണുന്നില്ല ടൂത്ത് പിക്കിൽ. കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ അടർന്ന് വന്നിട്ടുണ്ട്. കേക്കിനൊന്ന് നമുക്ക് പുറത്തെടുക്കാം. ഇതിൻ്റെ ബാക്കിലുള്ള ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇതുപോലെ ഇങ്ങനെ മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. സ്പോഞ്ച് പോലെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തുള്ള എക്സ്ട്രാ കുറച്ച് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഷേപ്പാക്കി എടുക്കാം.
നമുക്കിതിന് 250 ml വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിന് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ 2 സൈഡിലായിട്ട് കേക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് അതുപോലത്തെ 2 വര ഇട്ട് കൊടുക്കാം. ഇത് 2 കളർ അവിടെ വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ത്രിവർണ്ണ പതാകയിൽ താഴെ കാണുന്ന പച്ച നിറം നമുക്ക് കൊടുക്കാം. ഗ്രീൻ ജെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീൻ കളർ തന്നെ സമൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രീൻ കളർ ഏകദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് വൈറ്റാണ് കൊടുക്കേണ്ടത്. നമുക്ക് സെൻട്രലായിട്ട് വൈറ്റ് കൊടുക്കാം. ത്രിവർണ്ണ പതാകയിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിതിൽ വൈറ്റിനൊന്ന് സ്മൂത്തനിങ് ചെയ്യാം. കേക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇപ്പോൾ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് കളർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ത്രിവർണ്ണ പതാകയിലെ മുകൾ ഭാഗത്തുള്ള കുങ്കുമത്തിൻ്റെ അതേ കളർ നമുക്കിവിടെ കൊടുക്കാം. ഈ കുങ്കുമ നിറം ത്യാഗത്തെയും ധീരതയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി നടന്ന ധീരമായ പോരാട്ടങ്ങളുടെയും രക്തസാക്ഷികളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണിത്. എല്ലാവർക്കും ഈ ചാനലിൻ്റെ പേരിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു.